നമസ്കാരം. വെനസ്വേലയ്ക്കെതിരായ അധിനിവേശ നടപടിയിൽ വിമർശന മുനയിൽ തന്നെ നിൽക്കുന്നതിനിടയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ക്യൂബയ്ക്കെതിരെയും കടുത്ത ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും സംസാരിക്കുകയും ചെയ്തു എന്നാണ്. ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പലരെയും അങ്ങോട്ട് വിളിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത്. നിങ്ങൾ ഇത് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ തീർത്തു കളയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ ഞങ്ങൾ കൂടുതൽ GST പുറപ്പെടുവിപ്പിക്കും. ഇതൊക്കെ തന്നെ പറയുമ്പോൾ പലരും ഇത് തന്നെ ഭയക്കുകയും അവരോട് അതിനനുസരിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു ട്രംപിന്റെ നയതന്ത്രം. 1-2 രാജ്യങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ അവർ അതനുസരിക്കുകയും അവിടെ ട്രംപ് ജയിക്കുകയും ചെയ്തപ്പോൾ ഇത് തന്നെയാണ് ശരിക്കുമുള്ള വഴി എന്ന് വിചാരിച്ച് ട്രംപ് അതവിടെ ചെയ്യുകയായിരുന്നു ചെയ്തത്. വെനസ്വേലയിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ നിലയ്ക്കുമെന്നും അധികം വൈകാതെ തന്നെ അമേരിക്കയുമായി ധാരണയിലെത്തുമെന്നതുമാണ് ക്യൂബയ്ക്ക് നല്ലതെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ് നൽകി. US-ഉം ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ പുതിയ ഭീഷണി കൂടി ഉണ്ടാവുക. വെനസ്വേലയിൽ നിന്ന് ഇനി എണ്ണയോ പണമോ ക്യൂബയ്ക്ക് ലഭിക്കില്ലെന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് വ്യക്തമാക്കി. ട്രംപിന്റെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെ ശക്തമായ മറുപടിയുമായി ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡയസ്-കാനൽ രംഗത്തെത്തുകയും ചെയ്തു. ക്യൂബ ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും എന്ത് ചെയ്യണമെന്നും മറ്റൊരു രാജ്യവും തങ്ങളോട് ആജ്ഞാപിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം തന്നെ തിരിച്ചടിച്ചു. ക്യൂബയുടെ കാര്യത്തിൽ നിഗൂഢത നിറഞ്ഞ പ്രതികരണവുമായി കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കോ റൂബിയോ ക്യൂബ പ്രസിഡന്റ് ആകുമോ എന്ന എക്സ് പോസ്റ്റിൽ പങ്കുവച്ച് തനിക്ക് അതിന് സമ്മതമാണെന്നായിരുന്നു ട്രംപിന്റെ പ്രധാനപ്പെട്ട പ്രതികരണം. ക്യൂബ എത്രയും വേഗം US-ഉമായി കരാറിലെത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. വെനസ്വേലയുമായി തന്നെ US സൈന്യം നടത്തിയ ആക്രമണത്തിൽ 32 ക്യൂബൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. മദൂറോയുടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ക്യൂബൻ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. വെനസ്വേലയുടെ തന്നെ അടുത്ത സഖ്യകക്ഷിയായ ക്യൂബ വർഷങ്ങളായി വിവിധ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ സൈന്യത്തെയും അതുപോലെ തന്നെ പോലീസിനെയും അവിടേക്ക് അയക്കാറുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. വെനസ്വേലയുമായി തന്നെ ഈ മാസം 3-ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തിലാണ് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി കൊല്ലപ്പെടുകയും ഒക്കെ സംഭവിച്ചത്. അമേരിക്കൻ ആക്രമണത്തിൽ മദൂറോയുടെ സുരക്ഷാ സംഘത്തിലെ ഭൂരിഭാഗം പേരും നിരപരാധികളായ സാധാരണക്കാരും കൊല്ലപ്പെട്ടെന്ന് വെനസ്വേലൻ പ്രതിരോധ മന്ത്രി വ്ളാഡിമിർ പാഡ്രിനോ പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാനെയും ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിങ്ങൾ സമരക്കാരെ വെടിവെച്ചാൽ ഞങ്ങളും വെടിപൊട്ടിക്കും എന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂരതയാണ്. ഒരു രാജ്യത്തിനോടോ അല്ലെങ്കിൽ രാജ്യത്തിലെ ഒരു പ്രധാനമന്ത്രിയോട് പ്രധാന ആളുകളോടോ ഒന്നും പറയാൻ പറ്റാത്ത കാര്യമാണ്. ഭീഷണിപ്പെടുത്തുക, കൊല്ലുമെന്ന് പറയുക, നിങ്ങൾ സമരക്കാരെ വെടിവെച്ചാൽ ഞങ്ങൾ വെടിപൊട്ടിക്കുമെന്ന് പറയാനൊക്കെയുള്ള അധികാരം ട്രംപിന് എവിടെ നിന്ന് ലഭിച്ചു? നിങ്ങൾ ഉപദ്രവിക്കുന്നത് ഇങ്ങോട്ടാണ്, ആരും അങ്ങോട്ട് കയറിയിട്ടല്ല. ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോൾ അതിന്റെ ഫലമായി തന്നെയാണ് നിങ്ങൾ പലതും അനുഭവിക്കപ്പെടുന്നത്. ഇതാരും പറയുകയുമില്ല, ആരും പുറത്ത് കാണിക്കുകയുമില്ല. ഇതാണ് സത്യം.